വേറെ നോക്കില്ല, രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. അതുകൊണ്ട് തന്നെ നല്ലൊരു സൂര്യോദയമൊക്കെ കാണാൻ പറ്റി. പ്രതീക്ഷിക്കാതെ കാണാൻ പറ്റിയത് കൊണ്ട് തന്നെ സന്തോഷമായി. പിന്നെ നമ്മൾ വണ്ടി എടുത്ത് നേരെ തഞ്ചാവൂരാണ് പോയത്. രാവിലെ ആയതുകൊണ്ട് തന്നെ തമിഴ്നാടിൻ്റെ ഭംഗിയെല്ലാം കാണാൻ പറ്റി. എന്തായാലും റോഡിൽ വലിയ വണ്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് സന്തോഷത്തിൻ്റെ അളവ് കുറച്ച് കൂടി. ഈ യാത്ര ഏതാണ്ട് 430 കിലോമീറ്ററുകൾ താണ്ടിയാണ്. പോണ വഴിക്ക് എന്തായാലും വെയിലിൻ്റെ ചൂട് നല്ലതുപോലെ അറിയാൻ പറ്റി. വെയിലും ചൂടും എല്ലാം സഹിച്ച് ഒരു 4-4:30 നമ്മൾ തഞ്ചാവൂർ പിടിച്ച്. നല്ല ക്ഷീണമായതുകൊണ്ട് തന്നെ നേരെ റൂം എടുക്കുക, അതായുള്ളൂ. റൂം എടുത്ത് വെളിയിറങ്ങിയപ്പോൾ തഞ്ചാവൂർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു മഴ. അങ്ങനെ രാത്രി അവിടെ എല്ലാം കറങ്ങി ഫുഡ് അടിച്ച് നേരെ റൂമിലോട്ട് പോയി. കാര്യങ്ങളൊക്കെ ക്ഷേത്രത്തിൻ്റെ 1 കിലോമീറ്ററിനപ്പുറം തന്നെ നമുക്ക് സെറ്റായി. പിന്നെ രാത്രി നല്ല കൊതുകിൻ്റെ കടിയുള്ളതുകൊണ്ട് നേരെ ഉറങ്ങാനൊന്നും പറ്റിയില്ല. രാത്രിയിൽ ഏതോ ക്ഷേത്രം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച തഞ്ചാവൂർ ക്ഷേത്രമാണ്. എന്നാൽ തഞ്ചാവൂർ ക്ഷേത്രമൊന്നുമല്ല, ഇത് വേറെ ഏതോ ക്ഷേത്രമായിരുന്നു. പിന്നെ അവിടെ കുറച്ച് നേരം നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ തഞ്ചാവൂർ ക്ഷേത്രത്തിലോട്ട് പോകാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി. പിന്നെ മുണ്ടും ഷർട്ടൊക്കെ കൊടുത്ത് സെറ്റായി. ഒരു ഫോട്ടോയൊക്കെ എടുത്ത് ക്യാമറയൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് കണ്ണാടിലൊക്കെ നോക്കി സെറ്റായി. പാർക്കിങ്ങിലോട്ടൊക്കെ ഒന്ന് പോയി. അഥവാ കാണണം നമ്മളെ പാർക്കിങ്. അവിടെ പോയി വണ്ടിയൊക്കെ എടുത്ത് നേരെ പോയി ഒരു ചായയൊക്കെ കുടിച്ച് അവിടെ നിന്ന് തഞ്ചാവൂർ ക്ഷേത്രത്തിലോട്ട് വിടും. പിന്നെ തഞ്ചാവൂർ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ പോയി ഗോപുരമൊക്കെ ഒന്ന് നോക്കി നിന്നു. പുറത്ത് നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. തിരക്കൊക്കെ നോക്കി നിന്ന് കുറച്ച് നേരം ഗോപുരമൊക്കെ കണ്ട് അങ്ങനെ നിന്ന് അവിടെ ഫ്രണ്ടിൽ പോയപ്പോൾ തന്നെ നല്ല തിരക്കായിരുന്നു. പിന്നെ ഇവിടെ ക്ഷേത്രത്തിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ നോക്കിയിട്ട് എന്നിട്ട് നേരെ ക്ഷേത്രത്തിനകത്ത് കയറിയപ്പോൾ തന്നെ വല്ലാത്തൊരു ഫീലായിരുന്നു. ഏകദേശം ഈ ക്ഷേത്രം പണി ചെയ്തിട്ട് 1000 വർഷങ്ങൾ കഴിഞ്ഞു. ചോള രാജാക്കന്മാരാണ് ഈ ക്ഷേത്രം പണിയത്. പിന്നെ ക്ഷേത്രത്തിനകത്ത് തന്നെ ചെരുപ്പൊക്കെ വെക്കേണ്ട സ്ഥലം ഉണ്ടായിരുന്നു. നേരെ പോയി ചെരുപ്പൊക്കെ വെച്ച് സേഫാക്കി. ഇനി ചെരുപ്പൊക്കെ തിരിച്ച് കിട്ടുമെന്ന് യാതൊരു പ്രതീക്ഷയില്ല, കാരണം അത്രയ്ക്കും ഇവിടെ തിരക്കാണ്. ഇനി അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ പെരിയ കോവിലിനകത്ത് കയറുക എന്നാണ് അടുത്ത ഘട്ടം. ഇവിടെ എല്ലാം കൂടി 2 ചെരുപ്പിന് 20 രൂപയാണ് നമ്മുടെ നിന്ന് അവർ വാങ്ങിയത്. അമ്പലത്തിൽ കയറി നേരെ നോക്കിയപ്പോൾ എൻ്റെ അവൻ്റെ കിളി ഒരേപോലെ പോയി. ഇത് അമ്പലമാണോ കൊട്ടാരമാണോ എന്ന് അറിയാൻ വയ്യ. എന്തായാലും അവിടേക്ക് നോക്കി നിന്ന് ഒരു വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്ത് അമ്പലത്തിനകത്ത് കയറി കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാം, വീഡിയോ എടുത്തുകൊണ്ടെന്നാണ് ഇവർ പറയുന്നത്. അതെന്താണെന്ന് എനിക്കറിഞ്ഞില്ല. അടുത്ത പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രം ഫുള്ള് കല്ലുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ക്ഷേത്രത്തിൻ്റെ അകത്തുള്ള കാര്യങ്ങളെല്ലാം കാണാം. Okay, entonces en el tercer piso está una encarnación de Lord Krishna cuando encarnó en su forma de jabalí, y en el piso superior a ese está. പിന്നെ ഇവനാണ് നമ്മുടെ കസിൻ ബ്രോ. ഇവന് ഞാൻ ഒരുമിച്ചാണ് ഇതുവരെ വന്നത്. പിന്നെ നമ്മൾ ഇറങ്ങി ഫുഡൊക്കെ അടിച്ച് തഞ്ചാവൂർ കുറച്ച് ചുറ്റി. കുറേ പോയപ്പോൾ ഇവിടെ കുറേ പാവകളൊക്കെ നിൽക്കണുണ്ട്. പിന്നെ അതെല്ലാം നോക്കിയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ തഞ്ചാവൂർ വിശേഷങ്ങൾ.